നെക്സ്റ്റ് ടോപ്പിക്ക് സം ഓഫ് മെഷേഴ്സ് ഓഫ് ദ എക്സ്റ്റീരിയർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ. അപ്പം പറയുന്നത് എന്താണ്, ഒരു പോളിഗണിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ പറയും എക്സ്റ്റീരിയർ ആംഗിൾ, ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു ടേമിനെ പറ്റി പഠിച്ചതേ ഇല്ല അല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ നേരത്തെ കണ്ട എല്ലാം എന്താണ്, ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. നമ്മൾ നേരത്തെ വരച്ച ഒരു റെക്റ്റാങ്കിൾ ആണെങ്കിലും അതിൻ്റെ അകത്തുള്ള ആംഗിൾസ് ആണ് ഈ കാണുന്ന സാധനങ്ങളെല്ലാം അല്ലേ. ഈ കാണുന്നതെല്ലാം അകത്തുള്ള ആംഗിൾസ് ആണ്. അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിൻ്റെ ഓരോ സൈഡും നമ്മളൊന്ന് നീട്ടി വരച്ചാൽ ഉണ്ടാകുന്ന ആംഗിൾസ് ആണ് എന്ത്, എക്സ്റ്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഞാൻ എല്ലാ സൈഡും ഒന്ന് നീട്ടി വരച്ചു. അപ്പോൾ ഇതാണ് ഒരു എക്സ്റ്റീരിയർ ആംഗിൾ, ഇതാണ് വേറൊരു എക്സ്റ്റീരിയർ ആംഗിൾ, ഇത് വേറൊരു എക്സ്റ്റീരിയർ ആംഗിൾ, ഇത് വേറൊരു എക്സ്റ്റീരിയർ ആംഗിൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, ഇതിൻ്റെ ഈ എത്ര എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ടോ അതിൻ്റെ എല്ലാം കൂടെ സം എത്രയായിരിക്കുമെന്ന്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്, ഇനി ഇത് 360 ഡിഗ്രി എന്നാണ് അതിൻ്റെ ആൻസർ. ക്വസ്റ്റ്യൻ ചോദിക്കും ഇപ്പം 10 സൈഡുള്ള, ഇതിപ്പോൾ നമ്മൾ എത്ര സൈഡുള്ള വരച്ചത്, 4 സൈഡുള്ള, 4 സൈഡുള്ള പോളിഗണിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും, അപ്പോൾ 5 സൈഡുള്ളതിൻ്റെ എത്രയായിരിക്കും എന്ന് ചോദിക്കും. 5 സൈഡ് ഉണ്ടെങ്കിലും എത്രയാണ്, 360 ആണ്. 10 സൈഡ് ഉണ്ടെങ്കിലും എത്രയാണ്, 360 ആണ്. ഇനി 100 സൈഡുള്ള ഒരു പോളിഗൺ വന്നെങ്കിൽ പോലും അതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് എത്രയായിരിക്കും, 360 ഡിഗ്രി ആയിരിക്കും. കാണാതെ അങ്ങ് പഠിച്ചു വെച്ചോ. ദ സം ഓഫ് മെഷേഴ്സ് ഓഫ് ദ എക്സ്റ്റീരിയർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കുമെന്ന് ഓർത്ത് വെച്ചേക്കുക. എക്സ്റ്റീരിയർ ആംഗിൾ എന്തുവാണെന്ന് മനസ്സിലായല്ലോ. അതിൻ്റെ ഓരോ സൈഡിനെ നമ്മളൊന്ന് നീട്ടി വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആംഗിളിനെയാണ് എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്. അതിൻ്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിപ്പോൾ എത്ര സൈഡുണ്ട്, നമ്മളിപ്പോൾ പഠിക്കുന്നത് ക്വാഡ്രിലാറ്ററൽസിനെ കുറിച്ചാണ്. ഇവിടെ എത്ര സൈഡുണ്ട്, 1 സൈഡ്, 2 സൈഡ്, 3 സൈഡ്, 4 സൈഡ്, 4 സൈഡ്സുള്ള ഏതോ ഒരു പോളിഗൺ, ഏതാണ്, ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ എന്നിട്ട് അവർ തന്നിട്ടുണ്ട് ഇതൊരു എക്സ്റ്റീരിയർ ആംഗിളാണ്, ഇത് വേറൊരു എക്സ്റ്റീരിയർ ആംഗിളാണ്, ഇത് വേറൊന്ന്, ഇതൊന്ന്. അപ്പം ഇങ്ങനെ വരച്ച ഇത് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് 90 ഡിഗ്രി ആണെങ്കിലാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത് അല്ലേ. അല്ലാത്ത ആംഗിൾസ് എല്ലാം നമ്മൾ ഇങ്ങനെയായിരിക്കും വരയ്ക്കുന്നത്. ഇത് ഓരോന്നിലും എത്ര ഉണ്ട് എന്നുള്ളത് അവർ എഴുതിയിട്ടുമുണ്ട്. അപ്പം നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് എന്താ പറയുന്നത്, ടോട്ടൽ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഇത് എത്രയാണെന്ന് നമുക്കറിയാം, 90 ഡിഗ്രി ആണെന്ന് അറിയാം. നെക്സ്റ്റ് ഇതെത്രയുണ്ട്, 50 ഉണ്ട്. ഇതെത്രയുണ്ട്, 110 ഉണ്ട്, പ്ലസ് എക്സ്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ എത്രയാണെന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്, 360 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, ഇവിടെ ഇത് ആഡ് ചെയ്യുക. എത്ര, 110, 90, 50 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 250 വന്നു, പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 360 ആണെന്ന് നമുക്ക് കിട്ടി. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് അറിയാത്ത സാധനത്തിന് അവിടെ നിർത്തിക്കൊണ്ട് അറിയാവുന്ന ടേംസ് എല്ലാം കൂടെ അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പോൾ 360 മൈനസ് ഇവിടെയുള്ള 250 ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 250 ആകും. 360 250 പോയാൽ എത്രയാ, 110. ഈ ആംഗിൾ എത്രയാണെന്ന് കിട്ടി, എക്സ് ഇസ് ഈക്വൽ ടു 110 ഡിഗ്രി ആണെന്ന് കിട്ടി. മനസ്സിലായോ? എക്സ്റ്റീരിയർ ആംഗിൾ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ സം എന്താണെന്ന് പറഞ്ഞു, 360 ആണെന്ന് പറഞ്ഞു. 360 ഡിഗ്രി ആണ് എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സം. ഇനി ആ പോളിഗണിന് എത്ര സൈഡ്സ് ഉണ്ടെങ്കിലും സം എത്രയേ വരത്തുള്ളൂ, 360 വരത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, തന്നേക്കുന്ന ആംഗിൾസ് എല്ലാം കൂടെ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അതെല്ലാം കൂടെ ബാക്കിയെല്ലാം കൂടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ എക്സിനെ ഒരു സൈഡിൽ നിർത്തിക്കൊണ്ട് 360 ബാക്കി സം സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. വളരെ സിമ്പിളാണ്. താങ്ക് യു.